ആയിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഇന്ന് നമുക്ക് ഒരു കറക്ഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി കേസാണ്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മുടെ ക്ലയൻറ്റ് ഒരു സെൻറ്ററിൽ പോയിട്ട് സ്ലിറ്റ് മെത്തേഡിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരുന്നു. അതിൻ്റെ ഔട്ട്കം ആണ് ഇത്. ഒരു അൺനാച്ചുറൽ ഹെയർ ലൈൻ, പുവർ ഡെൻസിറ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഫ്രണ്ടിൽ ഒരു നല്ല ഡെൻസിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റണം, മാത്രമല്ല ബാക്കിലോട്ട് ഇത്ര ഏരിയ ഉണ്ട്, അവിടെ വോയിഡ് സ്പേസസ് ഒന്നും പാടില്ല, ചെറിയ ഡെൻസിറ്റിയിലെങ്കിലും എല്ലായിടത്തും ഹെയർ വേണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. അപ്പോൾ ഓൾറെഡി ഒരു സെക്കൻഡ് സർജറി ആയതുകൊണ്ട് ഡോണർ ഏരിയയിൽ ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ടായിരുന്നു സ്കാൽപ്പിൽ. എന്നാലും നമ്മളത് പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്: ഫ്രണ്ട് ഹെയർ ലൈൻ ആൻഡ് ആംഗുലേഷൻ എല്ലാം ഇംപ്രോപ്പർ ആയതുകൊണ്ട് ആ ഗ്രാഫ്റ്റ്സ് എല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആംഗുലേഷനിൽ റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളതും, സ്കാൽപ്പിൽ നിന്ന് കിട്ടുന്ന ഹെയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഹൈ ഡെൻസിറ്റി കൊണ്ടുവരിക, ബാക്കിലോട്ട് എത്രയും നമുക്ക് ഒപ്റ്റിമൽ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യാന്നുള്ളതായിരുന്നു. സ്കാൽപ്പ് ഡോണർ ഏരിയയിലുള്ള ലിമിറ്റേഷൻസ് കാരണം നമ്മൾ ബിയർഡ് ഹെയർ കൂടി ഹാർവെസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 4500 ഗ്രാഫ്റ്റ്സോളം കിട്ടിയിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഫിനിഷിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്.